ഒരു നാടിൻ്റെ വളർച്ചയുടെ കേന്ദ്രമായി, ഒരു ജനതയുടെ ഉയർച്ചയുടെ കേദാരമായി കറുകുറ്റി സെയിൻറ്റ് സേവ്യർ ഫൊറോന ചർച്ച് 1829 10 വീട്ടുകാരായി തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് വിശ്വാസനിബിഡമായ ഒരു പറ്റം സമൂഹത്തെ വാർത്തെടുത്തു. കടന്നുവന്ന വിശ്വാസതീഷ്ണമായ പാതകളിൽ ത്യാഗോജ്ജലമായ മുന്നേറ്റം കൊണ്ട് ഇന്ന് കറുകുറ്റി സെന്റ് സേവ്യർ ചർച്ച് ഫൊറോനയായി വിശ്വാസ സമൂഹത്തിൻ്റെ നെറുകയിൽ ഉദിച്ചുയർന്ന് നിലകൊള്ളുന്നു. സഭയിലെ അൽമായ കത്തോലിക്ക പ്രേക്ഷിത വിഭാഗം സംഘടനയാണ് സെൻറ്റ് വിൻസെൻ്റ് പോൾ. ഈ ഇടവകയിൽ സെൻറ്റ് വിൻസെൻ്റ് പോൾ സംഘടന രൂപീകൃതമായത് 1966 ജൂലൈ മാസം 6-ാം തീയതിയാണ്. 50 വർഷം പിന്നിടുന്ന ഈ സംഘടനയ്ക്ക് 1971 സെപ്റ്റംബർ മാസം 9-ാം തീയതി പാരീസിലെ ആഗോള കേന്ദ്രത്തിൽ നിന്ന് അഗ്രിഗേഷൻ ലഭിക്കുകയും 1971 ഡിസംബർ 16-ാം തീയതി ഓസ്ട്രേലിയയിലെ തലാങ്കട്ട എന്ന സ്ഥലത്തു നിന്നുള്ള സെൻറ്റ് മൈക്കിൾ കോൺഫറൻസുമായിട്ട് അതിനെ ട്വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ്റെ ദാനമായി ലഭിച്ച സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അറിവിൻ്റെയും ഓഹരി സാധാരണ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലെ ഈ കോൺഫറൻസിൽ 19 പ്രവർത്തന അംഗങ്ങളാണുള്ളത്. 50 രൂപ മുതൽ പ്രതിമാസം 5000 രൂപ തരുന്ന ഒരു വ്യക്തി വരെ ഏകദേശം 160 അംഗങ്ങൾ സഹായാംഗങ്ങളായിട്ടുണ്ട്. ആളുകളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് വർഷത്തിൽ ഏകദേശം 6.5 ലക്ഷത്തിലധികം രൂപ അവശരും സമൂഹത്തിൽ അർഹിക്കുന്നവരുമായ സാധാരണ ജനങ്ങളിലേക്ക് സാമ്പത്തിക സഹായമായി നൽകുന്നതോടൊപ്പം കുടുംബ സന്ദർശനങ്ങൾ, അഗതി മന്ദിര സന്ദർശനങ്ങൾ, രോഗി സന്ദർശനങ്ങൾ എന്നിവ നടത്തുന്നത് കൂടാതെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാധന അനുഭവിക്കുന്ന വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ആരോഗ്യ പരിപാലനം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഇടവകയിലെ സർവ്വ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഇടവകയിലെ ആധ്യാത്മിക ഉപദേഷ്ടാവായ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ എല്ലാ പിന്തുണയുമുണ്ട്. ഏകദേശം വർഷത്തിൽ 6.5 ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഈ സംഘടന അതിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്യുന്ന പ്രത്യേക പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഈ ഇടവകയിലെ നല്ലവരായ നാട്ടുകാരും സാമാന്യ ജനങ്ങളും ഏറെ സഹകരിക്കുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന, പഠനം, പ്രവർത്തനം എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന കുട്ടികളുടെ ശക്തവും ഊർജ്ജസ്വലവുമായ സംഘടനയാണ് CLC അഥവാ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ കഴിവിനൊത്ത വിധം പങ്കാളികളാകുവാനും കുട്ടികളുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയിൽ സഹായിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനാണ് CLC പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഏകദേശം 350ഓളം സംഘടനാ അംഗങ്ങൾ ഈ സംഘടനയ്ക്കുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ CLC യോഗം ചേരുന്നു. കുട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രാർത്ഥനയും കലാപരിപാടികളും മത്സരങ്ങളും നടത്തി വരാറുണ്ട്. അതുകൂടാതെ ഭവന സന്ദർശനം, രോഗി സന്ദർശനം, പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ, പച്ചക്കറി കൃഷി മുതലായ പ്രവർത്തനങ്ങളോടൊപ്പം വിജ്ഞാനവും വിനോദപ്രദവുമായ ചർച്ചകളും ക്ലാസ്സുകളും നടത്തി വരുന്നു. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും വളരെയധികം വിലപ്പെട്ടതാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കഴിവിനൊത്ത വിധം ഞങ്ങൾക്ക് പങ്കാളികളാകുവാൻ ഈ സംഘടന ഞങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ നൽകാറുണ്ട്. അത് ഞങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്താറുമുണ്ട്. ഈശോയെ
അത് മാലാഖമാരും ദൂതഗണങ്ങളും പാട്ടുപാടി നൃത്തം ചെയ്ത് പിതാവിനെ മഹത്വപ്പെടുത്തുന്നതാ. കൂട്ടുകാരികളെ, സ്വർഗവാസികൾക്ക് എന്നും നല്ല സന്തോഷ. അതുകൊണ്ട് അവർ എപ്പോഴും ആടിപ്പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. റോസേ, ഞങ്ങൾക്കതിപ്പോ ശരിക്കും മനസ്സിലായി. മാലാഖമാരുടെ പാട്ട് കേട്ടപ്പോ എനിക്ക് നമ്മുടെ പള്ളിയിൽ ചേച്ചിമാരെ കളിച്ച ഗ്രൂപ്പ് ഡാൻസാ ഓർമ്മ വരുന്നേ. ചേച്ചിമാരുടെ ഡാൻസ് എന്തായാലും ഈശോയ്ക്ക് ഇഷ്ടപ്പെടും. ഓ, അതിനെന്താ, ചേച്ചിമാരുടെ ഗ്രൂപ്പ് ഡാൻസ് കണ്ടിട്ട് തന്നെ കാര്യം. മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, 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 ഈശോയേ. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ, ഈശോയേ. നീ അന്ന് പൈന്റെ കൂട്ടിൽ പിറന്നത് പുല്ലോലമെത്തയിലായിരുന്നു. കീറുന്ന മഞ്ഞിൻ തണുപ്പിലും കാഞ്ഞത് നെഞ്ചിലെ തീക്കനലായിരുന്നു. സ്നേഹത്തിൻ തീക്കനലായിരുന്നു. അമ്മതൻ നെഞ്ചിലെ തീക്കനലായിരുന്നു. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ.
നല്ല വർണ്ണശബളമായ ഡാൻസ്. ഈശോയ്ക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളെപ്പോലെ തന്നെ അവരും ഭൂമിയിലെ മാലാഖമാരാണ്. ഈശോയെ കാണുന്ന പോലെ മനോഹരമാണ് ഈ സ്വർഗവും. ഭൂമിയിലുള്ള എല്ലാവരും സ്വർഗത്തിലെത്തണം, അതാണ് എനിക്കിഷ്ടം. സ്നേഹത്തോടുകൂടി പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന എല്ലാവരും സ്വർഗത്തിലെത്തും. ഹായ്, എല്ലാവരും സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയുടെ അടുത്ത് എല്ലാവർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും അല്ലേ? എല്ലാവരും സ്വർഗത്തിലെത്താൻ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നിങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളാട്ടോ. അയ്യോ ഈശോയെ, ഞങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ കിട്ടിയേ. എന്താണത്? ഞങ്ങളുടെ വിശുദ്ധനായ തോമാസ് ലീഹ എവിടെയാ? ഭാരതത്തിന്റെ അപ്പസ്തോലൻ ഞങ്ങളുടെ തോമാസ് ലീഹായെ ഞങ്ങൾക്ക് കാണണം. മലയാറ്റൂർ മല ഞങ്ങളുടെ നാടിന്റെ വളരെ അടുത്ത് ഈശോയെ. എല്ലാ വർഷവും വലിയ നോമ്പിന് ഞങ്ങൾ മല കയറും. ഈശോയുടെ കുരിശിന്റെ വഴി ധ്യാനിച്ചാ ഞങ്ങള് മല കയറുന്നത്. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിൽ ആയിരങ്ങളാനന്ദ കാന്തി കണ്ടു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇതാ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കാരണഭൂതനായ തോമാസ് ലീഹ. എന്റെ വിലാപുറത്ത് തൊട്ടുനോക്കിയ നിങ്ങളുടെ സ്വന്തം തോമാസ് ലീഹ. കുഞ്ഞുമക്കളെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കറുകുറ്റിയോ? ഓ ഉവ്, ഞാൻ അറിയും. ഞാൻ അതിൽ നടന്നു പോയിട്ടുണ്ട്. എനിക്ക് ദാഹിച്ചപ്പോൾ അവിടെയുള്ളൊരു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹായ്, നമ്മുടെ തോമാസ് ലീഹ കറുകുറ്റി കൂടി പോയിട്ടുണ്ടെന്ന്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഞങ്ങളുടെ തോമാസ് ലീഹായെ. തോമാസ് ലീഹ നടന്നു പോയൊരു നാട്ടില് ജനിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അതിന് ഞങ്ങൾ ഈശോയോട് നന്ദി പറയുന്നു. അങ്ങനെ തന്നെ വേണം. എല്ലാ കാര്യത്തിലും ഈശോയോട് നന്ദിയുള്ള കുട്ടികളായിരിക്കണം നിങ്ങൾ. എല്ലാവർക്കും ഈശോയുടെ കൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ. തോമാസ് ലീഹായെ ഭാരതത്തിലേക്ക് അയച്ച ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞങ്ങളിപ്പോ വളരെ സന്തോഷത്തിലാ. ഈ സന്തോഷത്തില് നമുക്കൊരു മാർഗം കളി കണ്ടാലോ ഈശോയെ? ഞങ്ങളുടെ ഇടവകയിലെ ചേച്ചിമാര് അതിരൂപതയിൽ പോയി മത്സരിച്ച് 1ാം സമ്മാനം കിട്ടിയ മാർഗം കളിയാ. നിങ്ങൾ പറയുന്ന കലാപരിപാടികൾ കാണാൻ ഈശോയ്ക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് മാർഗം കളി കണ്ടേക്കാം. മേനിയും തീ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തീ വാഴ്ക വാഴ്ക. നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തീ വഴിക്കൂരായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവു
തെളിവു പേശുക മാർത്തോമൻ തെയ്തൈ പട്ടുടൻ പണിപ്പുടവ പവിഴമുത്തുമാലയും തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരേ താകുർദീദിത്താതുമൃതത്തെ അരുൾ ചെയ്തിരാചാരമേ മെങ്ങു നിന്നെ എങ്ങും ഉദിത്തി അരന്നു മതേന്തെന്നുമ്മു മുതലേതേന്നും ഉദിത്തി അതു പൊഴുതായവരെ അറിയിച്ചപ്പോൾ ഉദിത്തി അതിനീഹ കാരണമേ എങ്ങനെയേന്നും ഉദിത്തി വിധമേത് നീയരുൾക അരജൻ ചോഴൻ ഉദിത്തി വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഉദിത്തി വിരവിലൊരാശാരീന നല്ലോനെ കാൺമാൻ ഉദിത്തി വിധമതിൽ നിന്നൊരു തച്ച തകുടി തിത്തയ തിത്തയ തെയ്യത്തേ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ ഇന്തേ തത്ത 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 തകടത്തിത്തേത മഹിമയുടെ അരുമികളെല്ലാം ചെയ്യും മനുമിവ തിത്തത്തകുതിത്തികുതത്താം തികതകുതിത്തികുതത്താം തിത്തത്താം തികതത്താം തേതിത്താതത്താതമൃതത്തെ ഇന്തേ തത്ത തത്ത തകടത്തിത്തേത ഇമ്പമൊടരുമികൾ തിരുമനസാലെ ഇയൽ വഴി തീത്തേയൻ തക്ക തികുതീത്തേയൻ തക്ക തീത്തേ തികുതേ തേതിത്താതത്താതമൃതത്തെ ഇന്തേ തത്ത തകടത്തിത്തേത വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകടതേ 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 തകതാ തകതാ തകതാതേ തിക്കിടകടതേ 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 തികിതാ തികിതാ തികിതാതേ തക്കിടകടതേ ആ തകതാതേ തിക്കിടകടതേ ഹേ തികിതാതേ അങ്ങനെ തക്കിടകടതേ തിക്കിടകടതേ തക്കിത്തേത എന്റെ തേതേ എന്റെ താഴ് തക്കിടകടതേ വിശ്വമിടങ്കൈ ആയവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാ താകടതേ ഇവണ്ണം കേട്ടുകി രയവരെ ഇവരെ കൊണ്ടാവണ്ണം വിനമെന്ന് ഇണ്ടൽ പേരുത്തുവി ഇച്ചു ചോഴൻ തമ്പിയെ തമ്പിവ അണയാട്ടെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജാ നീ വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ കാലം പെട്ടപ്പോൾ പെട്ടിട്ടിൽ ആർക്കും മുൻപേ നടുവാഴും നൃമന്മാർക്കാർക്കും നണക്കേടിതുപോലെ വന്നിട്ടില്ല നടിനെ ഞാൻ വാഴ്ക യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്കാം തിത്തി തീ ഇന്നിവയെല്ലാം കണ്ണു നിരാലെ തൊമയുണർത്തിച്ച നേരം തെയ്തൈ എങ്ങും വിളങ്ങും നായൻ മിശിഹ ചേർത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തെയ്തൈ നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തെയ്തൈ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിനെല്ലാം തെയ്തൈ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പാരിൽ നിനക്കഴൽ വേണ്ട തെയ്തൈ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മൽപ്പയും ജന്തുക്കളല്ലോ തെയ്തൈ നിന്നോടെ വാക്കും നിനവുകളും നോക്കും ഭാഷയറിഞ്ഞു തകീടും തെയ്തൈ നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറയ്ക്കാകുലം വേണ്ട തെയ്തൈ എന്നതിനാൽ ഇപ്പോൾ തകതയ തെയ്യത്തേ
തര ആകാശെ നിന്നിങ്ങു യോഗം ചേർന്നു ആചാര ജഡര മാടക്കും പോലെ തിത്തിരി തര ആകയാൽ കൂടി പൊതിയുന്ന പോൽ ആത്മാവു ജഡരത്തിൽ പൂരിച്ചുടൻ തിത്തിരി തര ആലസ്യം കൂടാതുയർത്തു രാജൻ ആരൂരിയോനെ സ്തുതി ചെയ്തവൻ തിത്തിരി തര ആരോടും ചൊല്ലാതവനിൽ നോക്കി അതുപോഴുതന്നെ മുന്നിൽ ചെന്ന് തിത്തിരി തര ആകയാൽ നിന്നവർ കൈകൾ കൂപ്പി ചിന്ത തെളിഞ്ഞിതു ചോഴനുമാവനും തന്നോടെ മന്ദിരിമാരും ചിക്കനെ വന്നിച്ചു യോഗമൊരുമ്പിട്ട് ദൈവം ശരണമിതിന്ന് ചൊല്ലിയൊരു പോ നടന്നിവർ തോമയരുൾ വഴി പോലെ തിന്തകതിന്തത്തി തീയത്തി തകുതീയത്തി തകതിമിതത്തി പൊരും വഴിക്കുള്ള വാഴ്വു കൊടുത്തതി നിതും തെളിഞ്ഞില്ല കാവ്യർത്തിരി ഒരാളരോടറിയിച്ചിതു മാർഗവും കെട്ടവരായതിനാലേ തകുതിന്തകതിന്തത്തി മനുഗുണമുടയവനരുളാൻ മാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ ഗതിത്തിത്തെ മറുതല നേറികിടുമതിനൊരു പേരതിൽ മംഗളമായവർ പുകീച്ചി ഗതിത്തിത്തെ കൈക്കൊണ്ടവനൊരു ഞൊടിയടവാൻ ചിന്നറിയിച്ചവൻ ചിന്നമലക്കി ഗതിത്തിത്തെ വച്ചിത് മനതിന് മക്കള് മനതിന് മരുടെ വഴിക്ക് നടപ്പവരെ തിത്തി തകത നന്മോരും വക പല വഴിയൊരു നന്നായി മലക്കുവൽപ്പലം ഭീതി തിത്തി തകത ഉടുമ്പിൽ നിന്നോയി ഇടത്തകാശേ ഉയരവനീരിപ്പിടം പുകീച്ചേ ഗതിത്തിത്തെ വച്ചിത് മനതിന് മക്കള് മനതിന് മരുടെ വഴിക്ക് നടപ്പവരെ തിത്തി തകത നന്മവരും വക പല വഴിയൊരു നന്നായി മലക്കുവൽപ്പലം ഭീതി തിത്തി തിത്തത്തകുതിത്തികതത്താം തികതകതകുതിത്തികതത്താം തിത്തത്താം തികതത്താം തേതീതത്താതത്താതമൃതത്തേ. ഈശോയെ എങ്ങനെയുണ്ട് മാർഗംകളി? ഇമ്പമാർന്ന നല്ല ഇരടികൾ, ചടുലമായ ചുവടുകൾ, ഒന്നാം സമ്മാനത്തിന് അർഹിക്കപ്പെട്ട മാർഗംകളി. കറുകുറ്റിയുടെ അഭിമാന താരകങ്ങൾക്ക് എൻ്റെ സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ.